ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിന്നൊരു വീഡിയോ ഇടുന്നത്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ ഒരു വീഡിയോയിൽ നമ്മളത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ദേ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് ബീറ്ററിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ബീറ്റർ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീറ്റർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് ഫിലിപ്സിൻ്റെ ഒരു ബീറ്ററാണ്. കണ്ട, ഫിലിപ്സിൻ്റെ ബീറ്ററിൻ്റെ ബോക്സാണിത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 300 വാട്ട്സിൻ്റെ ബീറ്ററാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു 2 കൊല്ലത്തെ വാറൻറ്റിയും വരുന്നുണ്ട്. പിന്നെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 2295 ഇതിൻ്റെ MRP. പിന്നെ ബോക്സിൻ്റെ പുറത്തായിട്ട് കുറേ ഇതിൻ്റെ മോഡൽ നമ്പറും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവർ. കൊറോണ കാലമായതുകൊണ്ട് മിക്ക ഷോപ്പിലും ബീറ്റേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലും വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും കുറേ കൂടി എത്തും എന്നാണ് നമ്മളോട് ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ ബീറ്റർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു 300 വാട്ട്സിൻ്റെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ വീട്ടിലത്തെ ഉപയോഗത്തിനല്ല. അതല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരും ഹോം ബേക്കേഴ്സൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ബേക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ ക്രീമൊക്കെ നല്ല സ്റ്റിഫായി കിട്ടാനൊക്കെ നമുക്ക് 300 വാട്ട്സിൻ്റെ ആണ് നല്ലത്. ഇപ്പോൾ ദേ ഞാൻ പെട്ടി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ ബീറ്ററിൻ്റെ 2 സ്റ്റിക്സാണ്. ഇത് കോണിക്കൽ ഷേപ്പായിട്ടാണ് വരുന്നത്. നല്ല വലുപ്പം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നല്ലതാണ്, കുറച്ചും കൂടി ഏരിയ അതിന് കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പൊടിയൊക്കെ കുഴയ്ക്കുന്ന ഒരു ബീറ്ററും അതിൻ്റെ ഒരു സ്റ്റിക്ക് കൂടി ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പം കൂടുതലുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ബീറ്ററിൻ്റെ ആ കോണിക്കൽ ഷേപ്പുള്ള ആ ഒരു സ്റ്റിക്കിന്, ഈ ഒരു സ്റ്റിക്കിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഏരിയ കവർ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബീറ്റാവാൻ സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ കാണുന്നത് ലോക്കാണ്, നമ്മുടെ ബീറ്ററിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്യാരണ്ടി പേപ്പർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിച്ച ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ സീൽ ചെയ്ത് വന്നിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലും ഉണ്ട്. യൂസർ മാനുവൽ വളരെ വലുതാണ് കേട്ടോ, ന്യൂസ് പേപ്പറിൻ്റെ അത്ര വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് സമയം പോലെ ഇതൊന്ന് വായിച്ച് നോക്കാം. ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുൻപ് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സമയം പോലെ വായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതേ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ പാർട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ദേ കണ്ട, നല്ല സേഫ് ആയിട്ടാണ് ഇവരിത് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ? കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ഇതിന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വയറാണ് കേട്ടോ ഇതിന് കാണുന്നത്. അത്യാവശ്യം നല്ല നീളവും തോന്നുന്നുണ്ട്. പിന്നെ ഒരു 2 പിന്നായിട്ടാണ് ഇതിൻ്റെ പ്ലഗ് സ്വിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏകദേശം ഒരു 5 സ്പീഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. 5 വരെ ഉണ്ട് ഓപ്ഷൻ. പിന്നെ ടർബോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണത്. നമ്മുടെ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം നല്ല വലിയ സൈസാണ് ഇതിൻ്റെ നമ്മുടെ ബീറ്ററിൻ്റെ സ്റ്റിക്ക് ഉള്ളത്. ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്നത് ഈ കാണുന്ന സ്റ്റിക്കാണ്. ഇത് രണ്ടും 300 വാട്ട്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു വലുപ്പ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. നമ്മുടെ ബീറ്ററിൻ്റെ അടിവശത്തായി വരുന്ന ഈ 2 ഹോൾസിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫിറ്റ് ചെയ്യുന്നതും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട, ഈ ലോക്ക് നമ്മളതങ്ങ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായിരിക്കും. ഇപ്പം ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പുതിയ ബീറ്റർ കൊണ്ട്.
അപ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് നോക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഇത് സാധാരണ ഞാൻ വിപ്പ് ചെയ്യുമ്പോൾ ഫ്രീസ് ചെയ്തിട്ടാണ് ബീറ്ററിൻ്റെ സ്റ്റിക്സൊക്കെ എടുക്കാറ്. പക്ഷേ ഇത് ഫ്രീസ് ചെയ്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് നോക്കാം. നല്ല പവർഫുള്ളായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈസി ടു ക്യാരി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലഫി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ ക്രീം ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് പ്രോബ്ലം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ, ഹീറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പം നമ്മുടെ ക്രീം ഇവിടെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഇത് താഴേക്കൊന്നും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. പിന്നെ അതുപോലെ തന്നെ ഇത് ഊരാനും വളരെ എളുപ്പമാണ്. ഇത് ഈ കാണുന്ന സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് തന്നെ ഊരിക്കോളും. കണ്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ പ്രോഡക്റ്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ലൊരു ബീറ്ററാണ് ഇത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ ബിസിനസ് പർപ്പസിനൊക്കെ ആണെങ്കിൽ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോം ബേക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മിനിമം 300 വാട്ട്സിൻ്റെ ബീറ്റർ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ല കമ്പനിയൊക്കെ നോക്കി ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം പ്രോഡക്റ്റ്സ് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി ഫീച്ചേഴ്സൊക്കെ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.